അസ്സലാമു അലൈക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെ നല്ലോണം സ്നേഹിക്കാനും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളെ കെയർ ചെയ്യാനും സഹായിക്കുന്ന വളരെ ശക്തിയുള്ള അസ്മാൽ ഹുസ്നയിലെ ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഈ ദിക്ർ ഹലാലായ കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ. ആരും ദുരുപയോഗം ചെയ്യരുത്. ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാനും ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കാനും മാതാപിതാക്കൾക്ക് സ്നേഹമുണ്ടാകാനും മക്കൾ തമ്മിൽ സ്നേഹമുണ്ടാകാനും നാത്തുമാർ അമ്മായിമാർ ഇവർക്ക് സ്നേഹമുണ്ടാകാനും നല്ല കാര്യത്തിനും ഹലാലായ ആഗ്രഹത്തിനും മാത്രമേ ഈ ദിക്ർ ഉപയോഗിക്കാവുള്ളൂ. അന്യപുരുഷന്മാരിൽ നിന്നും അന്യ സ്ത്രീകളിൽ നിന്നും അവരുടെ ഭർത്താവിനെയും അവരുടെ ഭാര്യനെയും സ്നേഹിക്കാൻ ഈ ദിക്ർ ചൊല്ലിയാൽ മതി. വിവാഹബന്ധത്തിലൂടെ അള്ളാഹു സുബ്ഹാന തആല ഹലാലാക്കിയ ഇണയിൽ നാം സന്തോഷം കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാന തആല സന്തോഷവും സമാധാനവും സ്നേഹവും അള്ളാഹു നൽകുന്നതാണ്. കുറ്റങ്ങളും കുറവുകളും എല്ലാവരുടെയും ജീവിതത്തിൽ കാണും. അത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മൾ പരസ്പരം സംസാരിച്ച് ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു പോവുക. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ദാമ്പത്യ ജീവിതത്തിലെ പിണക്കങ്ങൾ 2 ദിവസത്തിൽ കൂടുതൽ ആകാതിരിക്കുക. അന്യപുരുഷന്മാരുമായിട്ടുള്ള ബന്ധം, അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അത് ഒരിക്കലും നമ്മുടെ ഇസ്ലാമിൽ അനുവദനീയമല്ല. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ കുറേയൊക്കെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഇനി അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമമുണ്ട്. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ ഭർത്താവ് ഭാര്യ നിങ്ങളെ സ്നേഹിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആദ്യം ബിസ്മില്ലാഹി റഹ്മാനി റഹീം 11 തവണ ചൊല്ലുക. യാ വലിയു യാ അല്ലാ എന്ന ഇസ്മ 313 തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നിങ്ങൾ ആരുടെ സ്നേഹമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ചൊല്ലുക. ഇൻഷാ അല്ലാ എല്ലാവർക്കും നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.